ഇനി എന്തുകൊണ്ട് ഈ ഒരു MAC അഡ്രസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ഒരു നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചറിനകത്ത് എടുത്തു കഴിഞ്ഞാൽ OSI മോഡലിന്റെ ലെയർ 2 അല്ലെങ്കിൽ ഡേറ്റ ലിങ്ക് ലെയറിൽ കംപ്ലീറ്റ് കാര്യങ്ങളും അല്ലെങ്കിൽ കണക്ഷനും ആ കമ്മ്യൂണിക്കേഷനും എല്ലാം വർക്ക് ചെയ്യുന്നത് MAC അഡ്രസ് ബേസ് ചെയ്തിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്വിച്ച് ഉണ്ട്, ഒരു ലെയർ 2 സ്വിച്ച് അല്ലെങ്കിൽ OSI മോഡലിലെ ഡേറ്റ ലിങ്ക് ലെയറിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്വിച്ച്, സാധാരണ നോർമൽ സ്വിച്ച്. ആ സ്വിച്ചിൻ്റെ അകത്ത് ഇപ്പം ഡിവൈസ് എയും ഡിവൈസ് ബിയും ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പോർട്ടുകളിൽ. ഇപ്പം ഡിവൈസ് എ ബിയും കൂടെ കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ഈ സ്വിച്ച് ഈ ഡിവൈസുകളുടെ MAC അഡ്രസ് ലേൺ ചെയ്യും. ഏത് ഇന്റർഫേസിലാണോ കണക്ട് ചെയ്തേക്കുന്നത് ആ ഇന്റർഫേസിൽ നിന്ന് സ്വിച്ച് അത് ലേൺ ചെയ്യും അല്ലെങ്കിൽ മനസ്സിലാക്കും ഇതാണ് ഇതിൻ്റെ MAC അഡ്രസ് എന്നുള്ളത്. എന്നിട്ട് ഡിവൈസ് എയ്ക്ക് ഡിവൈസ് ബിയിലോട്ട് എന്തെങ്കിലും ഡേറ്റ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിവൈസ് എ ഡിവൈസ് ബിയിലോട്ട് ഡേറ്റ, ഡെസ്റ്റിനേഷൻ ഡിവൈസ് ബിയിലോട്ട് ഉള്ള ഡേറ്റ നേരെ സ്വിച്ചിലോട്ട് സെൻഡ് ചെയ്യുന്നു. കാരണം സ്വിച്ച് ത്രൂവേ നമുക്ക് അങ്ങോട്ട് പോകാനൊക്കെ ഉള്ളൂ. അപ്പോൾ സ്വിച്ച് എന്ത് കൊടുക്കും, ആ സ്വിച്ച് MAC അഡ്രസ് ടേബിൾ ഉണ്ടാവും എല്ലാ സ്വിച്ചിലും. ആ MAC അഡ്രസ് ടേബിളിൽ അത് ചെക്ക് ചെയ്ത് നോക്കും ഈ MAC അഡ്രസ് ഈ ഡെസ്റ്റിനേഷൻ MAC അഡ്രസ് ഏത് ഇന്റർഫേസിലാണ് കണക്ട് ആയേക്കുന്നുള്ളത്. എന്നിട്ട് ആ സ്വിച്ചിന് ഓൾറെഡി അറിയാം മറ്റേ ഡിവൈസ് അവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വിച്ചിന് അറിയാം അത് ആ ഒരു MAC അഡ്രസ് ഇന്ന ഇന്റർഫേസിൽ ഉണ്ട് എന്നുള്ളത്. അന്നേരം സ്വിച്ച് എന്ത് കൊടുക്കും, ആ ഒരു പർട്ടിക്കുലർ ഇന്റർഫേസിലോട്ട് ഈ ഒരു കണക്ഷൻ ഫോർവേഡ് ചെയ്യും, അല്ലെങ്കിൽ ഇതിന്റെ ആ ഫ്രെയിംസ് അങ്ങോട്ട് ഫോർവേഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അത് ആ ഡേറ്റ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നേരെ നമ്മുടെ ഡിവൈസ് ബിയിൽ ചെല്ലും. സോ ഇങ്ങനെയാണ് നടക്കുന്നത്. അതിന് റെസ്പോൺസ് വരുമ്പോഴും ഇതേ രീതിയിൽ തന്നെയാണ്. സ്വിച്ച് അതായത് ഡിവൈസ് ബിയിൽ നിന്നുള്ള റെസ്പോൺസ് വരുമ്പോഴത്തേനും സ്വിച്ച് വീണ്ടും MAC അഡ്രസ് ആ ടേബിൾ ചെക്ക് ചെയ്യും. അതിൻ്റെ അകത്ത് ആ ഡിവൈസ് എയുടെ MAC അഡ്രസ്, ആ ഡെസ്റ്റിനേഷൻ MAC അഡ്രസ് എവിടെയാണെന്ന് നോക്കും, അത് ഏത് ഇന്റർഫേസിലാണ് കണക്ട് ആയിക്കെന്ന് നോക്കും. ആ ഇന്റർഫേസിലോട്ട് സ്വിച്ച് വീണ്ടും ആ ട്രാഫിക് ഫോർവേഡ് ചെയ്യും. സോ ഇങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഈ സ്വിച്ചിനെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ഈ കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഡിവൈസസിന്റെയും MAC അഡ്രസ് സ്വിച്ച് എഴുതി വെക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടേബിൾ ഉണ്ടാക്കി അതിൽ സൂക്ഷിച്ചു വെക്കും. എന്നിട്ടാണ് സ്വിച്ച് ഈ കമ്മ്യൂണിക്കേഷൻ മുഴുവൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരു ഡിവൈസിനെ സംബന്ധിച്ചുള്ള ഇപ്പൊ ഡിവൈസ് എ ഡിവൈസ് ബിയിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ ഡിവൈസ് ബിയുടെ MAC അഡ്രസ് ഡിവൈസ് എയ്ക്ക് അറിയണമല്ലോ. അതിനൊരു പ്രോസസ് ഉണ്ട്, അതിന്റെ പേരാണ് ARP എന്ന് പറയുന്നത്. ARP, അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ എന്നാണ് പറയുന്നത്. ഈ പ്രോസസ്സ് വെച്ചിട്ടാണ് ഇപ്പൊ ഡിവൈസ് എ ഡിവൈസ് ബിയുടെ MAC അഡ്രസ് കണ്ടുപിടിക്കുന്നത്.